ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 10. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. അഥ ദശമോऽധ്യായഃ. ശൗനക ഉവാച ഹത്വാ സ്വരികതസ്പൃത ആദതായിനോ യുധിഷ്ഠിരോ ധർമ്മവ്രതാം വരിഷ്ഠഃ സഹാനുജൈഃ പ്രതിപരുദ്ധഭോജനഃ കഥം പ്രവർത്തക കിമകാരയേത്തതഃ. സോദോവാച വംശം കുരുർവംശദവാഗ്നിനിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരിഃ നിവേശയിത്വാർനിജരാജ്യൈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാബഭൂവഃ. നിശമ്യ ഭീഷ്മോക്തമദാച്യുതോക്തം പ്രവർത്ത വിജ്ഞാനവിദൂതവിഭ്രമഃ ശശാസഗാമിദ്രയിവാജിതാശ്രയഃ പരിദ്യുപാദ പാന്താമനുജാനുവർത്തിതഃ. കാമം വവർഷപർജന്യ സർവകാമധുകാമഹി ശിഷിജുഹോസ്മവ്രജാൻ ഗാവഃ പയസോദസ്വതീർമുദാ നദ്യസമുദ്ര ഗിരയസ്സ വനസ്പതി വിരുദഃ ഫലന്ത്യോഷധയ സർവാഃ കാമമന്യജ്യ തസ്യ വൈ നാദയോ വ്യാദയഃ ക്ലേശ ദൈവഭൂതാത്മഹേതവഃ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞി കർഹിചിത് ഉഷിത്വാ ഹസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരിഃ സുഹൃദാം ച വിശോകായ സസുശ്ച പ്രിയകാമ്യയ ആമന്ത്ര്യ ചാഭ്യനുജ്ഞാതഃ പരിഷജ്വാഭിവാദ്യതം ആരുരോഹരഥം കൈചിത് പരിഷക്തോ അവിവാദിതഃ. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യുയുത്സുർഗൗതമോ യമോ മൃഗോദരശ്ച ദൗമ്യശ്ച സ്ത്രീയോ മത്സ്യസുധാദയഃ നസേഹിരേ വിമുഖന്തോ വിരഹം ശാർഗധന്വനഃ. തൽസംഗാൻ മുക്തദുസ്സംഗോ ഹാതും നോത്സഹതേ ബുധഃ കീർത്യമാനം യശോ യസ്യ സഹൃദകർണ്യരോചനം തസ്മിന്യസ്തദീയഃ പാർത്ഥ സഖേദൻ വിരഹം കഥം. ദർശന സ്പർശ സല്ലഭ ശയനാസന ഭോജനൈഃ സർവേ തേ നിമിഷൈരക്ഷൈസ്തമനുദ്രുത ചേതസഃ വീക്ഷന്തഃ സ്നേഹസംബന്ധ വിജേലോ തത്ര തത്രഃ. നിരുന്ധനുദ്ഗളദ്ബാഷ്പ മൗത്കണ്ഠ്യാ ദേവകീ സുതേ നിര്യാത്യകാരാന്നോ അഭദ്രമിതി സ്യാദ്ബാന്ധവ സ്ത്രിയഃ. മൃദംഗശംഖവേദ്യശ്ച വീണാപണവഗോമുഖാഃ ദുന്ദുര്യാനകകണ്ഠാദ്യ നേതോർദുന്ദുഭയസ്തദാ പ്രസാദശിഖരാരൂഢാഃ കുരുനാര്യോദിദേക്ഷയാ വവഷുः കുസുമൈഃ കൃഷ്ണം പ്രേമവൃഢാസ്മിദേക്ഷണാഃ. സീതാദപത്രം ജഗ്രാഹ മുക്താധാമവിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശഃ പ്രിയഃ പ്രിയതമസ്യഃ. ഉദ്ധവ സാത്യകൈശ്ചൈവ വ്യജനെ പരമാദ്ഭുതേ വികീര്യമാണഃ കുസുമൈഃ രേജേ മധുപതിഃ വിപദി ആശ്രുയന്താശിഷ സത്യാസ്തത്ര തത്ര ദിജേരിതാഃ. നാനുരൂപാനുരൂപാ ച നിർഗുണസ്യ ഗുണാത്മനഃ അന്യോന്യമാസേ സഞ്ചൽപ ഉത്തമ ശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതി മനോഹരഃ. സ വൈ കിലായം പുരുഷഃ പുരാതനോ യയേവാസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലാദാത്മനി ചേസുപ്തശക്തിഷു സ ഏക ഭൂയോ നിജവീര്യചോദിതാം സ്വജീവമായാം പ്രകൃതിം ശിഷ്ടതീം അനാമരൂപാത്മനി രൂപനാമനി വിധിൽ സമാനോ അനുസസാര ശാസ്ത്രകൃതം.
स वा अयं यत्पदमत्र सूरयो जितेन्द्रिया निर्जितमादरीश्वनः पश्यन्ति भक्त्युत्कलिता मलात्मना नन्येष सत्त्वं परिमार्टुमर्हति स वा अयं सद्यनुजितसत्कतो देदेषु गृहेषु च गृह्यवादिभिः य एकईशो जगदात्मलीलया सजत्यवत्यन् तत्र सञ्जते यदा ह्यधर्मेण तमोदियो नृपा जीवन्ति तत्रैष हि सत्त्वतः किल दत्ते भगं सत्यमृतं दयां यशो भवाय रूपाणि ददद्युगे युगे अहो अलं शाक्यतमं यतो गोकुल महो अलं पुण्यतमं मदोर्वनं यदेष पुंसा वृषभः श्रियः पदिः स्वजन्मना संक्रमणेन चाञ्जति अहो बधस्वर्यशस्तिरस्करीं कुशस्थली पुण्ययशस्करी भुवः पश्यन्ति नित्यं यदनुग्रहेषितं स्मितावलोकं स्वपतिं स्मयत्प्रजाः नूनं व्रतस्नानकृतादिनेश्वर समर्चितो यस्य गृहीतपाणिभिः पिबन्ति यासख्यधरामृतं मुहुर्वजस्त्रियसमुमुहुर्यदाशयाः यवीर्यशुल्केन कृता स्वयंवरे प्रमथ्य चैद्यप्रमुखान् हि चूष्मिणः प्रत्युक्नसाम्बाम्बसुदादयो अपरा याश्चाकृता भौमवदे सहस्रशः एदाः परं कृत्वा मभस्तपेशलं निरस्तशौचं वद साधु कुर्वते यासां गृहात् पुष्करलोचनः पदे न जात्वे पैत्या हृदि स्पृशन् एवं विधा गदन्तीनां सगिरः पुरो योषितां निरीक्षणेनाभिनन्दन् सस्मितेन ययो हरिः अजातशत्रुवो प्रदनां गोपीदाय मधोदिषः पर्यम्य शङ्कितः स्नेहात् प्रायुक्त चतुरङ्गिणीम् अद दुरागतान् शौरिके कौरवान् विरहाधुरान् संनिवर्त्य दृढं स्नेक्तान् प्रायास्त्वनगरीं प्रियैः कुरुजाङ्गलपाञ्चालान् शूरसेनान् सयामुनान् ब्रह्मावर्तं कुरुक्षेत्रं मत्स्यान् सारस्वदानदा मरुदन्यमतिक्रम्य संवीराभिरयो गोपरान् अनर्थान् भागवो अभागा शान्तवाहो मनाभिभो तत्र त्रैहरिः प्रत्युद्यदार्हणः सायं भेजे दिशं पश्चादकविष्टोगां गतस्तदा श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धे नैमिषोपाख्याने श्रीकृष्णद्वारकागमनं नाम दशमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द।